ഓടിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആ ഷർജിത്ത് പയ്യോട് ഷർജിത്ത് എടുക്ക് മതി. അപ്പൊ നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത് ദുബാരെ ആനപ്പന്തിയിലാണ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോകുന്നതാണ്. നമ്മൾ പോകുന്നത് കൂർഗിലേക്ക്. നമ്മൾ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 3:30 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4 മണിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 9-10 മണിക്കുള്ളിൽ കൂർഗിലെത്തും. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്ററിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മളെ കൂർഗിൽ ടൂർ പോകുന്നതിൻ്റെ വിശേഷങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ കൂർഗിൽ വെച്ചാണ് കേട്ടോ. ബൈ. ഹായ് ഗൈസ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ എത്തിയ ഭാഗമണ്ഡലം. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങിയതാണ്. എല്ലാരും ഉണ്ട്. എല്ലാരും നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളെ കാണിച്ചേ. വലിയ ആളോ? ഹീറോ. ഓടിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആ ഷർജിത്ത് പയ്യോട് ഷർജിത്ത് വണ്ടിയിടാ. വണ്ടി ഓടോട്. അങ്ങോട്ടോട്. അച്ഛൻ്റെ അടുത്തോട്. ആ നല്ല രസമുണ്ട് ഓട്ടോ. നമ്മളെ NRI മാമൻ ഇങ്ങോട്ട് വാ. ആ ഇതാണ് നമ്മളെ ടൂറിസ്റ്റ്. ഇയാളാണ് നമ്മളെ ടൂർ സ്പോൺസർ ചെയ്തത്. അത് ടൂർ സ്പോൺസർ ചെയ്ത NRI. വാ. നമ്മ ചായ ചായ ഹട്ട് പേര് ഹോട്ടൽ സോണി. ഈ നാട്ടിൽ ഒറ്റ ഹോട്ടൽ പോലും ഇല്ല. അങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച ഒരു ഹോട്ടലാണ്. വിശക്കുമ്പോ നമുക്ക് എവിടുന്ന് കഴിക്കാം. ഇന്ന് വേണ്ട കഴിക്കാൻ മസാല ദോശ വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്റെ വയറതാണ് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ അതില്ല. സോ നമ്മള് ഇഡ്ഡലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ആ കന്നഡക്കാരി. കന്നഡ പറ. കന്നഡ ಗೊತ್ತಿಲ್ಲ മകളെ. കുട്ടൂസേ നിങ്ങക്ക് ദോശ വേണോ ഇഡ്ഡലി വേണോ? എടാ ദോശ വേണോ ഇഡ്ഡലി വേണോ? ഇങ്ങോട്ടേക്ക് മതി. നമ്മള് ഇഡ്ഡലി പറഞ്ഞ ഇഡ്ഡലിന്റെ കൂടെ പരിപ്പുവടയുണ്ട്. ഇത് ദോശ. സാമ്പാർ. എനിക്ക് പുലാവ് പറഞ്ഞിട്ടുണ്ട്. വരുന്നതില്ല. ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. ബാക്കി വെച്ച് നോക്കുമ്പോ പുലാവ് നല്ല ടേസ്റ്റ് ഉണ്ട്. പുലാവിന്റെ കൂടെ പരിപ്പുവടയുണ്ട്. പരിപ്പുവട ഉള്ളു അതിവിടെ അങ്ങനെയാണ് കിട്ടാറ്. അങ്ങനെ ഉള്ളു വേവാറ്റുന്നൊരു മണ്ടത്തരം പറയും. കന്നഡക്കാരി എല്ലാം കന്നഡക്കാരി. നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. അറ്റ് ടൈം 6 മിനിറ്റാണ് സമയം. ഒരാൾക്ക് 200 റുപ്യാണ് ടിക്കറ്റിന്റെ വില. 35 മിനിറ്റാണ് അതിന്റെ നീളം വരുന്നത്. നോക്കി നോക്കാം എന്താണ് ഉണ്ടാവും. എന്റെ മോനെ ഇത് വഴുതുന്നുണ്ടല്ലോ. ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ വഴുതുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ലൈറ്റ് താഴേക്ക് നോക്കുമ്പോ ചെറിയൊരു ഇതുണ്ടല്ലേ. ഓടിയാലോ. അടിപൊളി. ഇതാണ് അടുത്ത് വ്യൂ പോയിന്റ് വരുന്നത്.
വാ. നീ അങ്ങനൊന്നും പറയില്ല, ഞാൻ നടുക്കാക്കുന്നു പൊട്ടി. ആള് കേറിയില്ലേ, അതൊന്ന് കൊള. ചെക്കൻ വരുന്നില്ല. അത് വരുന്നില്ല, ചെക്കിന് പേടി വരെ. വാ വാ വാ. അനക്കല്ലടാ. ചെക്കൻ പേടിച്ചിട്ട് പോകുന്നല്ലോ. എടുക്ക് മതി. നമ്മളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജ് പോയി. എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരാൾക്ക് 200 റുപ്യാണ്. പക്ഷെ എത്രയില്ല, 35 മിനിറ്റിലുണ്ട്. 100 പറഞ്ഞേ, വേറെ പ്രശ്നമൊന്നുമില്ല. 6 മിനിറ്റാണ് ഒരു ടീമിന്റെ ടൈം. അതിനുള്ളിൽ കാണുക, ഫോട്ടോ എടുക്കുക, ആസ്വദിക്കുക, പുറത്തേക്ക് ചെയ്യുക. ഇങ്ങനെയാണ് പരിപാടി. അടുത്ത് പോകുന്നവരാ അടുത്തത് മടിക്കേരി ഫോർട്ട്. അപ്പം അതിന് മടിക്കേരി വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ മടിക്കേരി ഫോർട്ടിലെത്തി. ഒന്നും പറയാനില്ല, മടിക്കേരി ഫോർട്ട് മെയിൻ്റെനൻസിലായതുകൊണ്ട് നമ്മളിവിടെ വെറുതെ വന്നതുപോലെയായി. ഒന്നാമത് ഭയങ്കര ചൂട്. ഈ സമയത്ത് ഒട്ടും ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിപ്പോയി. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടും ഒരു കാര്യമില്ലേ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട്. അവിടെ എന്തോ പൂജയോ കാര്യം എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് നേരെ തിരിച്ച് പുറത്തേക്ക് തന്നെ ഇറങ്ങി. പക്ഷേ ഈ സ്ഥലത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കല്ലെല്ലാം തൊട്ട് നോക്കുമ്പം നല്ല തണുപ്പാണ്. ഈ കരിങ്കല്ലൊക്കെ തൊടുന്ന സമയത്ത് അവിടെ കുറച്ച് സമയം ഇരുന്നു. അതിന് ശേഷം ഇതിൻ്റെ പുറത്തൂടെ വേറൊരു വഴിയുണ്ട്. നേരെ ഞാൻ അതിലേ നടന്നുപോയി. അതെന്ന് വെച്ചാൽ ഈ കോട്ടേൻ്റെ മതിലിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുവഴി അങ്ങ് കയറി നടക്കണം. ഇതിൽ നേരെ ഈ സ്റ്റെപ്പ് കയറിയാൽ അപ്പുറത്ത് കുറച്ച് പഴയ ബിൽഡിംഗ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എല്ലാം പഴയ ബിൽഡിങ്ങാണ്. എന്ന് വെച്ചാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി ഏകദേശം. ഇതൊക്കെ പണ്ടത്തെ സെറ്റപ്പ് നോക്കി, എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി. ഇതെന്താന്ന് ഭടന്മാർക്ക് നിൽക്കേണ്ട എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇതാ അതിൻ്റെ ഓടൊക്കെ മൊത്തം പോയി. അപ്പോൾ നേരെ കുറച്ചും കൂടെ ഒന്ന് അങ്ങോട്ട് നടന്നു നോക്കാം. മൊത്തം പോയി എന്ന് വെച്ചാൽ വലിയ കുഴിയുണ്ട് ഓടിൻ്റെ ഇടയിൽ, എല്ലാം പോയതാണ്. പഴയ ബിൽഡിംഗ് ആയിപ്പോയി. ഇനി ഇതെല്ലാം മെയിൻ്റെനൻസ് ചെയ്യുമോയെന്ന് അറിയില്ല. എന്തായാലും അത്ര പോലെ കണ്ട് ഞാൻ നേരെ തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങി. ഇനി അടുത്ത പോകാൻ പോകുന്നത് മറ്റൊരു ആനപ്പന്തി ഉണ്ട്, അതിലേക്കാണ്. അപ്പം നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത് ദുബാരെ ആനപ്പന്തിയിലാണ്. പക്ഷെ ആനപ്പന്തി 4 മണിക്ക് ഒരു പ്ലാനിങ് ഇല്ലാത്ത ടൂറായതുകൊണ്ട് ആനപ്പന്തിയിലും നമുക്കൊന്ന് കാണാൻ പറ്റില്ല. 4 മണിക്ക് ശേഷമാണ് ആനപ്പന്തി ഓപ്പൺ ആക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു ഗോൾഡൻ ടെമ്പിളിലേക്ക്. ഗോൾഡൻ ടെമ്പിളിലേക്ക് അങ്ങനെ ടൈമിങ്ങും കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. വലിയ ടൂറിസ്റ്റ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ ടൂറിസ്റ്റൊന്നുമില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവുകയാണ്. അതെ, ഭയങ്കര സയൻസാണ്, ഭയങ്കര രസമാണ്. അതിലോർക്കുണ്ട് എന്തായാലും അത് അപ്പുറത്തെ വാ.
ഇതാണ് ഒരു മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ബുദ്ധൻ്റെ പ്രതിമയുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. ചെരുപ്പ് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തൊരു ലോക്കർ സംവിധാനമുണ്ട്, അവിടെ വെക്കണം. 3 രൂപയാണ് ഒരു ജോഡി ചെരുപ്പിൻ്റെ വെക്കാനുള്ള പൈസ വരുന്നത്. നമ്മൾ നേരെ ചെരുപ്പ് അവിടെ വെച്ച് നേരെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാളെ നിൽക്കുന്നുണ്ട്. കുറേ ആളെ ആ ടെമ്പിളിൻ്റെ ഇടുന്ന ഫോട്ടോയും കാര്യമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യുക, നേരെ ഉള്ളിലേക്ക് കയറാം. ഭയങ്കര തണുപ്പാണ് ഉള്ളിൽ കയറിയാൽ. പുറത്ത് ഇത്രയും ചൂടുണ്ടാകുന്ന കൂടി ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. നേരെ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളതിൻ്റെ അവിടെ കുറച്ചും ഇരിക്കാൻ പോവാണ്. എല്ലാവരും ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു ഇരിക്കേണ്ട ചെറിയ തലോണ പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു വട്ടം. അതിന് കുറച്ച് സമയം ആടി ഇരുന്ന് റെസ്റ്റ് എടുക്കുക. അതാണ് കാരണം ഇത്രയും വെയിലത്ത് വന്നതല്ലേ. അപ്പോൾ കുറച്ച് സമയം ആടി ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഒരു തലേണ എടുത്തു അവിടെ ഇരുന്നു. ശരഞ്ജിത്ത് മന്ദം മന്ദം നടന്നിരുന്നു. ചപ്പാത്തി പലക എടുത്തു. കുറേ കറങ്ങി അവസാനം ഒരു വെയിലാണ് ഉണ്ടായത്. ശരിക്കും കൂർഗിൽ നല്ല കാലാവസ്ഥ, അത്ര നല്ല കാലാവസ്ഥയല്ല, ഓഫ് സീസണാണ്. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിന്, പണിപ്പാടുണ്ടായിന്. നമ്മൾ കുറച്ച് സ്ഥലമേ കണ്ടിട്ടു. അതിന് ശേഷം എങ്ങനെയോ നോക്കി ഒരു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഒരു ബംഗ്ലാവാണ്, നമുക്ക് കാണിച്ചു തരാൻ. ഇതാണ് നമുക്ക് സ്റ്റേക്ക് കിട്ടിയ ബംഗ്ലാവ്. ഇത് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഗർഗണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്ഥലമായി. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അവർ ലൊക്കേഷൻ അയച്ചു തന്നിട്ട് നമ്മൾ വന്നതാണ്. ഗർഗണ്ടൂർ എന്നിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അത് നമ്മൾ ബംഗ്ലാവിൻ്റെ പേര് മൗണ്ടൻ ഡ്യൂ കൂർഗ് ഹോം സ്റ്റേ എന്നാണ് വരുന്നത്. കാണാൻ കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യങ്ങളും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഉള്ളിലോട്ട് കാണാം സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഇവിടെ പുരാതനകാലത്ത് ഉണ്ടായതാണെന്ന് തോന്നുന്നു. ഇവരിലൊക്കെ പുലിൻ്റെ തോലിൽ വേട്ടയിടിയിട്ടുണ്ടല്ലോ. പക്ഷേ കുറച്ചൊക്കെ പഴയ വീടാണ്. രസമുണ്ട് എന്തായാലും. നമുക്ക് 4 ബെഡ്റൂമുണ്ട്. താഴെ 2 എണ്ണം, മുകളിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര പോരേ ഉള്ളൂ. ഇനി നമ്മൾ അടിച്ചു പൊളിയാണ്. ഡാൻസും പാട്ടും നമ്മൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള വീഡിയോസ് അടുത്ത പാർട്ടായിട്ട് വരും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.